രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപി. രാഹുലിനെതിരെ യുവതിയുടെ ഭർത്താവിന്റെ മൊഴി പുറത്തു വന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നു വന്നത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്വീകാര്യത നൽകിയത് ഷാഫി പറമ്പിലിന്റെ ഇടപെടലുകളാണ്. താൻ രാജിവെച്ച പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ച പിടിയാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന് വാങ്ങിച്ചു നൽകിയത് ഷാഫി പറമ്പിലാണ്. ഇതിന് പിന്നാലെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതും രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ ചോദ്യവുമായി ഷാഫിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ ആ രംഗങ്ങളോട് ലവലേശം പോലും പതർച്ചയില്ലാതെയാണ് ഷാഫി പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി ഉയർന്നാലും ഇല്ലെങ്കിലും ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു ഷാഫി പറഞ്ഞത്. പാലക്കാട് ആര് മത്സരിക്കും എന്ന ചോദ്യത്തിനോടും ഷാഫി കൃത്യമായി പ്രതികരിച്ചു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പുതിയ ഒരു കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പാലക്കാട് നിന്ന്. അതിനെ കൂടെ പരാതിക്കാരിയുടെ ഭർത്താവ് ഇപ്പോൾ മറ്റൊരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നു. ഞാനതിന്റെ വാർത്തകൾ കണ്ടിട്ടില്ല. അതിലിനി കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. പാർട്ടിയിൽ നിന്നുള്ള നടപടികൾ പാർട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു. വടകര മേഖല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. മത്സരിക്കാനില്ലെന്ന് പറഞ്ഞു. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലെ വിവാദങ്ങളൊക്കെ പോകുന്നുണ്ട്. മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാരും അങ്ങനെ പോസ്റ്ററും വിവാദങ്ങളൊന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന മോചനം അത് സാധ്യമാക്കാനുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. എക്സ് ഓർ വൈ അതിൽ ഏറ്റവും അർഹമായ, ഏറ്റവും വിജയസാധ്യതയുള്ള, ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ ഒരേ മനസ്സോടെ കണ്ടെത്തി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. SIR ഉൾപ്പെടെ ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്ന, ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ബോധപൂർവമെന്ന് സംശയിക്കുന്ന തരത്തിൽ ചില ഡാറ്റാസ് പുറത്തു വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങളെ ഫീൽഡിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇന്നാളെയും മറ്റന്നാളുമായിട്ട് പാർട്ടിയുടെ ക്യാമ്പ് നടക്കുക. അതിന്റെ അജണ്ടകൾ മുഴുവൻ ഈ ദുർഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ, ജനങ്ങൾ ഇപ്പോ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തെ കാക്കുന്ന രീതിയിൽ ഇനി ഫർദർ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. ഞങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളെ അഹങ്കാരികളാക്കി മാറ്റിയിട്ടില്ല. കൂടുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഒരാൾക്കെതിരെയും അങ്ങനെ ഒരു പോസ്റ്ററുമായിട്ട് രംഗത്ത് വരില്ല. UDFന്റെ ഒരു പ്രവർത്തകരും അത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി നിർണ്ണയിക്കുന്ന ചർച്ചകൾ പാർട്ടിയിൽ എവിടെയും ആരംഭിച്ചിട്ടില്ല. ഒരു പോളിസി ഡിസിഷനാണ് ഇപ്പോൾ വരുന്നത്. ആ പോളിസി ഡിസിഷൻ എങ്ങനെയായിരിക്കണം ഇതിന്റെ നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ക്യാമ്പിൽ ചർച്ച ചെയ്യും. ബത്തേരിയിൽ നാളെ ആ ക്യാമ്പ് നടക്കുകയാണ്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ചു പോകും. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇത്തവണ ഒരു കാര്യം, കോഴിക്കോട് നിന്ന് കോൺഗ്രസിന് MLA-മാരുണ്ടായിരിക്കും. UDFന്റെ MLA-മാരുടെ എണ്ണം കൂടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും, മുന്നോട്ട് പോകും.